ഹായ് കുഞ്ഞുങ്ങളെ, നമ്മൾ കോംപ്ലക്സ് നമ്പറിന്റെ പ്രോബ്ലമാണ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോക്കസ് ഏരിയയിൽ. അപ്പൊ അതിനകത്ത് ഒന്ന് രണ്ട് കണക്കൂടെ നമുക്ക് ചെയ്യാം. നമ്മൾ ലൈവായിട്ട് ഞാൻ അത് എടുത്തു തന്നായിരുന്നു. എങ്കിലും എക്സ്പ്രസ് -1 - i ഇൻ പോളാർ ഫോം. അപ്പൊ നമ്മൾ -1 - i r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റ എന്ന് എഴുതുക. അപ്പൊ -1 - i ഇസിക്കൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു r cos തീറ്റ പ്ലസ് i r സൈൻ തീറ്റ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു r cos തീറ്റ പ്ലസ് i r സൈൻ തീറ്റ എന്ന് എഴുതി. ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്, ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യാം. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പൊ റൈറ്റ് സൈഡിലെ റിയൽ പാർട്ട് r cos തീറ്റ ഇസിക്കൽ ടു ലെഫ്റ്റ് സൈഡിലെ റിയൽ പാർട്ട് -1, അത് ഇക്വേഷൻ 1. അപ്പം r cos തീറ്റ ഇസിക്കൽ ടു -1. അതുപോലെ r സൈൻ തീറ്റ ഇസിക്കൽ ടു -1, അത് ഇക്വേഷൻ 2. കണ്ടല്ലോ. ഇപ്പൊ വെറും i എന്ന് പറഞ്ഞാൽ 1i. അപ്പൊ റിയൽ പാർട്ട് ഇസിക്കൽ ടു റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട് ഇസിക്കൽ ടു ഇമാജിനറി പാർട്ട്. ആൻഡ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇക്വേഷൻ 2വിനെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ r സൈൻ തീറ്റ ബൈ r cos തീറ്റ ഇസിക്കൽ ടു -1/1. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തു, ഒപ്പം തന്നെ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. r ക്യാൻസൽ ചെയ്തു. ടാൻ തീറ്റ -1, പക്ഷെ അതിന്റെ മോഡുലസ് ഇടണം. -1 മോഡുലസ് ആണ്. അപ്പൊ ടാൻ തീറ്റ ഇസിക്കൽ ടു +1. അങ്ങനെ ഇടണം, മോഡുലസ് ഇടണം. അപ്പൊ തീറ്റയ്ക്ക് എന്ത് വില കൊടുത്താൽ 1 വരും. തീറ്റ ഇസിക്കൽ ടു π/4. ടാൻ π/4 1. ടാൻ 45 ഡിഗ്രി ആണ് 1. പക്ഷെ നമ്മൾ ഇനി r കണ്ടുപിടിക്കണം. r കാണുന്ന ഇക്വേഷൻ മോഡുലസ് z ആണ്. r ഇസിക്കൽ ടു മോഡുലസ് z, ഇതാണ് z. അപ്പൊ മോഡുലസ് z എന്ന് പറയുമ്പോൾ √(-1) സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, -1 സ്ക്വയർ പ്ലസ് ഐയുടെ കോഎഫിഷ്യന്റ് -1 ആണ്. അപ്പൊ -1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു √2. r എന്ന് പറഞ്ഞാൽ √2 ആണ്. r ഇസിക്കൽ ടു √2. ഇനി നമുക്ക് ആർഗ്യുമെന്റ് z കണ്ടു, യഥാർത്ഥ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം ആർഗ്യുമെന്റ് ഓഫ് z കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പറിന്റെ പോയിന്റ് എവിടെ ലൈ ചെയ്യുന്നു? പോയിന്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ, പോയിന്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ റിയൽ പാർട്ട് x കോർഡിനേറ്റ് ആയിട്ടും ഇമാജിനറി പാർട്ട് y കോർഡിനേറ്റും ആണ്. അപ്പം -1, -1 ലൈ ഓൺ ഏത് ക്വാഡ്രന്റ് കിടക്കുന്നത്? നെഗറ്റീവ് കിടക്കുന്നത് ഇവിടെയാണ്, തേർഡ് ക്വാഡ്രന്റ്. ലൈ ഓൺ തേർഡ് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യുന്നത്. കാരണം റിയൽ പാർട്ട് x കോർഡിനേറ്റ് ആയിട്ടും ഇമാജിനറി പാർട്ട് y കോർഡിനേറ്റ് ആയിട്ടും, അതായത് ഐയുടെ കോഎഫിഷ്യന്റ് ആണ് y കോർഡിനേറ്റ് ആയിട്ട്. അപ്പൊ -1 എന്ന് പറയുമ്പോൾ കണ്ടോ, ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റ് പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് നെഗറ്റീവ്, തേർഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ്, ഫോർത്ത് ക്വാഡ്രന്റിൽ പോസിറ്റീവ്. അപ്പൊ ഇവിടെ ഈ പോയിന്റ് ലൈ ചെയ്യുന്നത് തേർഡ് ക്വാഡ്രന്റ് ആണ്, തേർഡ് ക്വാഡ്രന്റ്. അപ്പോൾ ആർഗ്യുമെന്റ് z എന്ന് പറഞ്ഞാൽ എന്ത് വരും? ആർഗ്യുമെന്റ് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? ആർഗ്യുമെന്റ് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തീറ്റ -π. അപ്പൊ തീറ്റ π/4. അപ്പൊ തീറ്റ -π എന്നാണ്. π/4 - π എന്ന് വരും. π/4 - π എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു LCM എടുക്കുന്നു. 4 LCM ക്രോസ് ചെയ്യുക. π - 4π ദാറ്റ് ഈസ് -3π/4 ആണ്. ഈ തീറ്റ എന്ന് ഇവിടെ പറഞ്ഞാലും അവിടെ എഴുതേണ്ടത് ആർഗ്യുമെന്റ് z ആണ് എടുക്കേണ്ടത്. ചില ടെസ്റ്റിനകത്ത് അങ്ങനെയാണ്, r × cos ആർഗ്യുമെന്റ് z പ്ലസ് i സൈൻ ആർഗ്യുമെന്റ് z അല്ല, ഈ തീറ്റ അല്ല കൊടുക്കേണ്ടത്. കാരണം അതായത് x ഇവിടെ കണ്ടോ, ഇതിവിടെ വരുമ്പോൾ r ഇവിടെ √2 എന്ന് കൊടുത്താൽ √2 cos θ -1 cos θ -1/√2 എന്ന് വരും. അതുപോലെ √2 sin θ -1 sin θ -1/√2 എന്ന് പറയുമ്പോൾ കോസിന് നെഗറ്റീവും സൈനിന് നെഗറ്റീവ് വരുന്ന ക്വാഡ്രന്റ് നോക്കണം. അത് 360 ഡിഗ്രിയിലാണോ 90 ഡിഗ്രിയിലാണോ 180 പ്ലസിലാണോ അങ്ങനെ നോക്കണം. അത് ട്രിഗണോമെട്രി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ എളുപ്പമാർഗമാണ് ഈ ഫിഗർ കാണാൻ പഠിച്ചാൽ മതി. അപ്പം തീറ്റ π/4 വന്നിട്ട് ഈ പോയിന്റ് കോംപ്ലക്സ് നമ്പറിന്റെ പോയിന്റ് എവിടെ ലൈ ചെയ്യുന്നു അതാണ് ലൈ ചെയ്യുമ്പോൾ ഇവിടെ തേർഡ് ക്വാഡ്രന്റ്, അവിടെ തീറ്റ -π ആണ് ഇക്വേഷൻ. അതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതൊരു മിറർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് തീറ്റ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ -θ. ഇത് π - θ ആണെങ്കിൽ അതിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -π
നെഗറ്റീവ് ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് പൈ പ്ലസ് തീറ്റ, തീറ്റ മൈനസ് പൈ എന്ന് വരും. അപ്പൊ അതാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, -3π/4. അപ്പൊ നമ്മൾ പോളാർ ഫോം എഴുതാൻ പോവുകയാണ്. ഇതിനകത്തേക്ക് വില കൊടുക്കുകയാണ്. പോളാർ ഫോം ഈസ് -1 - i is equal to r-ന്റെ വാല്യൂ √2 into cos. ഇതിനകത്തേക്ക് വില കൊടുക്കണ്ടേ. നമ്മൾ എടുത്തിരിക്കുന്ന പോളാർ ഫോം cos തീറ്റയുടെ വാല്യൂ -3π/4 പ്ലസ് i sin -3π/4. ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോസിറ്റീവ് വെച്ച് ചെയ്തു. ഇത് രണ്ടും നെഗറ്റീവ് വരുന്ന കണ്ടീഷൻ. ഓക്കെ, അടുത്തത് എക്സ്പ്രസ് 1 + √3i ഇൻ പോളാർ ഫോം. ഇതുപോലെ തന്നെ നോക്കാം. 1 + √3i is equal to r into cos θ plus i sin θ. അപ്പം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 1 + √3i is equal to r cos θ plus i r sin θ. k into a plus b, k a plus kb വെച്ചിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പം ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്, ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇവിടെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ r cos θ, r cos θ ഈസ് ഈക്വൽ ടു റിയൽ പാർട്ട് 1. അതുപോലെ r sin θ ഈസ് ഈക്വൽ ടു √3, ഇക്വേഷൻ 2. റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്തു, ഇമാജിനറി പാർട്ട് ഇക്വേറ്റ്. എന്നിട്ട് ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ r sin θ ബൈ r cos θ ഈസ് ഈക്വൽ ടു √3/1. കണ്ടോ, ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ √3/1, r ക്യാൻസൽ ചെയ്തു, മോഡുലസ് കൊടുത്തോണം. അപ്പൊ tan θ ഈസ് ഈക്വൽ ടു √3. tan θ പോസിറ്റീവ് ആണ് ഓൾറെഡി. അപ്പൊ θ ഈസ് ഈക്വൽ ടു, നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുണ്ട്, tan 60 ഡിഗ്രി ആണ് √3. അപ്പൊ π/3, θ ഈസ് ഈക്വൽ ടു π/3. പക്ഷേ r കണ്ടുപിടിക്കുന്നത് മോഡുലസ് z. തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ ആണ് z എന്ന് വിളിക്കുന്നത്. അപ്പൊ z √1² പ്ലസ് √3². അപ്പൊ √1 + 3 √4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. r എന്ന് പറഞ്ഞാൽ 2 ആണ് എന്നുള്ള കാര്യം ഓർത്തോണം. r is equal to 2. r is equal to 2. ഇനി ആർഗ്യുമെന്റ് z കണ്ടുപിടിക്കണം. അപ്പം പോയിന്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ, പോയിന്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ ഏതാ? എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്. അത് 1, √3 രണ്ടും പോസിറ്റീവ്, ലൈ ഓൺ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ലൈ ചെയ്യും. പോസിറ്റീവ് പോസിറ്റീവ് 1 √3, എക്സ് കോർഡിനേറ്റ് 1, വൈ കോർഡിനേറ്റ് √3. അപ്പൊ 1 √3 ലൈ ഓൺ ഫസ്റ്റ് ക്വാഡ്രന്റ്. ദർഫോർ ആർഗ്യുമെന്റ് ഓഫ് z എന്ന് പറഞ്ഞാൽ, ആർഗ്യുമെന്റ് z എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് തീറ്റ. ഫസ്റ്റ് ക്വാഡ്രന്റ് പോസിറ്റീവ് പോസിറ്റീവ് കിടക്കുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, തീറ്റ തന്നെയാണ്. ഈ തീറ്റ തന്നെയാണ് ആർഗ്യുമെന്റ് z. അതെന്താ വെച്ചാൽ ഈ പോസിറ്റീവ് ഇടയ്ക്ക് പ്ലസ് വരുന്നത്, അതായത് ഇത് രണ്ടും കണ്ടു, ഇതെല്ലാം പോസിറ്റീവ്, ഇത് പ്ലസ് ഇത് പ്ലസ്, അങ്ങനെ പോസിറ്റീവ് വരുന്ന എല്ലാം ഫസ്റ്റ് ക്വാർട്ടറിലായിരിക്കും. അപ്പൊ ഈ തീറ്റ തന്നെയാണ് ആർഗ്യുമെന്റ് z. അപ്പൊ നമുക്ക് പോളാർ ഫോം എഴുതാം. പോളാർ ഫോം ഈസ്, താഴോട്ടങ്ങ് എഴുതിക്കണം. ഞാൻ ഇവിടോട്ടങ്ങ് മുകളിലോട്ട് എഴുതുകയാണെന്നുള്ളൂ, നിങ്ങൾ അതിന്റെ താഴോട്ട് തന്നെ എഴുതാം. പോളാർ ഫോം ഈസ്, പോളാർ ഫോം ഈസ് 1 + √3i ഈസ് ഈക്വൽ ടു r എന്ന് പറയുമ്പോൾ 2 into cos, r2 എന്ന് കണ്ടുപിടിച്ചു, into cos π/3 plus i sin π/3. 2 into cos π/3 plus i sin π/3. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് -1 + i ഇൻ പോളാർ ഫോം. നോക്കി, -1 + i എന്ന് പറയുമ്പോൾ r into cos θ plus i sin θ എന്ന് വിളിക്കുന്നു. അപ്പൊ -1 + i is equal to r cos θ plus i r sin θ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. k into a plus b എന്നുള്ള രീതിയിൽ k a plus kb എന്ന് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇക്വേറ്റ് ചെയ്യുക, ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്. അപ്പം r cos θ is equal to -1, r sin θ is equal to 1, ഇക്വേഷൻ 2. കണ്ടോ, r cos θ -1, r sin θ, y-യുടെ കോഎഫിഷ്യന്റ് 1, r sin θ is equal to 1. നമ്മൾ ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
equation 2 divided by equation 1. Left side r sin theta by r cos theta is equal to 1 by minus 1. അത് മോഡുലസ് കൊടുക്കണം. അപ്പോൾ r ക്യാൻസൽ ചെയ്തു, r ക്യാൻസൽ ചെയ്തു. ബാക്കി നമുക്ക് tan theta is equal to മോഡുലസ് മൈനസ് 1. അപ്പൊ tan theta is equal to 1. theta pi by 4. tan 45 ആണ് 1. tan 45 is equal to 1. അപ്പൊ pi by 4 1 ആണ്. അപ്പൊ അത് കിട്ടി. പക്ഷേ നമുക്ക് r കണ്ടുപിടിക്കണം. r എന്ന് പറഞ്ഞാൽ മോഡുലസ് ഇസഡ്. r എന്ന് പറയുമ്പോൾ മോഡുലസ് ഇസഡ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ. അപ്പൊ റൂട്ട് 1 പ്ലസ് 1 r റൂട്ട് 2. r is equal to root 2. ഇനി പോയിന്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ എവിടെ ലൈ ചെയ്യുന്നത്? പോയിന്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ ഇസഡ് എന്ന് എഴുതി. പോയിന്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ ഈസ് അല്ലെ പോയിന്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എത്രയാണ്? പോയിന്റ് നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടോ? -1 + 1 -1 + 1 ലൈ ഓൺ ഏത് ക്വാഡ്രന്റിൽ ചെയ്യുന്നു? നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ളത് സെക്കൻഡ് ക്വാഡ്രന്റ് കണ്ടോ? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യുന്നത്. പോയിന്റ് ഓഫ് ഇസഡ് ഈസ് -1 1 ലൈ ഓൺ സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പം ആർഗ്യുമെന്റ് ഇസഡ് എത്രയാണ്? ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ കണ്ടോ ഇവിടെ പൈ മൈനസ് തീറ്റ ആണ്. അപ്പം പൈ മൈനസ് തീറ്റ, തീറ്റയുടെ വാല്യൂ പൈ ബൈ 4. പൈ മൈനസ് തീറ്റയുടെ വാല്യൂ പൈ ബൈ 4 എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർഗ്യുമെന്റ് ഇസഡ് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ പൈ ബൈ 1 വെച്ചിട്ട് 4 LCM ക്രോസ് ചെയ്യാം. 4 പൈ മൈനസ് പൈ 3 പൈ ബൈ 4. അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ പോളാർ ഫോം ഈസ് താഴോട്ട് അങ്ങ് എഴുതുക. പോളാർ ഫോം ഈസ് -1 + i is equal to r എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ കണ്ടുപിടിച്ചല്ലോ? r is equal to √2 into cos തീറ്റ എന്ന് പറഞ്ഞാൽ 3 പൈ ബൈ 4 പ്ലസ് i sin തീറ്റ എന്ന് പറഞ്ഞാൽ 3 പൈ ബൈ 4. √2 into cos 3 പൈ ബൈ 4 പ്ലസ് i sin 3 പൈ ബൈ 4. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കോംപ്ലക്സ് നമ്പർ എല്ലാം നമുക്ക് ഫോക്കസ് ആയിട്ടുണ്ട്. ഇനി നല്ല മാർക്ക് മേടിക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ.